നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതികളും തീരുമാനങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സത്യത്തിൽ ഇന്നത്തെ വായനയിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ഊർജം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മനഃശക്തിയും ചിന്തകൾ കൊണ്ടും കാര്യക്ഷമത കൊണ്ടും ഒക്കെ വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് എനിക്കിവിടെ ഇന്നത്തെ വായനയിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഊർജമായി കാണുവാൻ കഴിയുന്നത്. കാര്യങ്ങൾക്ക് മുന്നിൽ തോറ്റുപടങ്ങാനോ പ്രശ്നങ്ങളെ ചെറുതായി കാണുവാനോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കുവാനോ അതിനെ മറികടക്കാൻ സാധിക്കാതെ അതിൻ്റെ മുന്നിൽ നിന്നും ഒളിച്ചോടുവാനോ ഈ വ്യക്തിയെ കൊണ്ട് കഴിയില്ല. എന്ത് കാര്യത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് മറികടന്നു വന്നിട്ടുള്ള രീതി മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ. യാതൊരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഈ വ്യക്തി പോവില്ല. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രണയബന്ധവും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധവും തന്നെയാണ്. നിങ്ങളുമായുള്ള ആത്മബന്ധത്തിലേക്ക് ഈ വ്യക്തി കൂടുതൽ ആഴത്തിലേക്ക് പോകാനാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്കറിയാം ഈ പ്രണയബന്ധത്തിന്റെ പ്രാധാന്യവും നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴവും എത്രമാത്രം ഈ വ്യക്തിയെ പോസിറ്റീവായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ വ്യക്തിയെ കുറിച്ച് നമുക്കിവിടെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വളരെയധികം പ്രൊട്ടക്ഷനും ഊർജവും അനുഗ്രഹവും ഉള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നു. പുരാതനമായി കുടുംബപരമായി ക്ഷേത്രമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, വളരെയധികം ദൈവവിശ്വാസിയായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരംഗമായിട്ടാണ് ഈ വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ വ്യക്തി ദൈവത്തെ മറികടന്നുകൊണ്ട് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ തയ്യാറല്ല. ഈ വ്യക്തിക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുക. ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറികടക്കാനുള്ള മനോധൈര്യവും ആത്മധൈര്യവും എല്ലാം ലഭിച്ചിട്ടുള്ളത് ദൈവത്തിൽ നിന്നും തന്നെയാണ്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നെഗറ്റീവ് സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. മോശപ്പെട്ട തീരുമാനങ്ങളോ ചിന്താഗതികളോ അല്ലെങ്കിൽ സാഹചര്യത്തിലേക്കോ പോകാൻ ആവില്ല. എപ്പോഴാണോ നെഗറ്റീവായ ചിന്തകൾ വരുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ദൈവത്തിന്റെ ചിന്തകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു കയറും. ഇവിടെ മാലാഖമാരുടെ ഊർജമാണെങ്കിൽ പോലും വളരെയധികം ഉയർന്ന തലത്തിൽ തന്നെയാണ് ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത്. കാരണം ഈ വ്യക്തിയെ അത്രമാത്രം മാലാഖമാരും സംരക്ഷിക്കുന്നുണ്ട്. ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് സമയം ചെലവഴിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സമയം ചെലവഴിക്കുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിന്തകൾ, മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ മനോഹരമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. എല്ലാത്തിലുപരി മനസ്സിൽ വരുന്ന മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഏറ്റവും വലിയ ഊർജമായി നിൽക്കുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ ഈ വ്യക്തി പോലും അറിയാതെ വളരെ മുന്നിട്ട് ഈ വ്യക്തിക്ക് മുൻപായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു അതീന്ദ്രിയ ശക്തിയിൽ നിന്നും തന്നെയാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വേർപിരിയാനാകാത്ത വിധത്തിലുള്ള ബന്ധത്തിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ പലപ്പോഴും ഒരു കാന്തിക ശക്തി നിങ്ങളെ രണ്ടുപേരെയും വലിച്ചടിപ്പിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് തീർത്തും നിങ്ങളുടെ രണ്ടുപേരുടെയും സോള് പുറപ്പെടുവിക്കുന്ന ആ ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ രീതി തന്നെയാണ്. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായും അല്ലെങ്കിൽ സമയം കിട്ടുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇനി എത്രമാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ പോലും ഏതെങ്കിലും ഒരു നിമിഷം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുഖമോ നിങ്ങളുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ചോ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓടി വരും. ആ ചിന്തകൾ വളരെയധികം ചിന്തിക്കുകയും സന്തോഷപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാനുമൊക്കെയുള്ള മനസ്സ് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാമ്പ് തന്റെ പടം പൊഴിക്കുന്നത് പോലെ പഴയ കാലഘട്ടങ്ങളെല്ലാം തന്നെ പൊഴിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ടും സാധിക്കും, അതുപോലെ നിങ്ങളെ കൊണ്ടും സാധിക്കും. ഇവിടെ ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്ക് ചുറ്റിനും വട്ടമിട്ട് പറക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും നല്ലത് ഏത് എന്ന് തിരഞ്ഞെടുത്ത് നോക്കി എടുത്ത് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് ഈ വ്യക്തിക്കുണ്ട്. കാരണം ഈ വ്യക്തിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഉയർച്ചകളുടെ ചവിട്ടുപടികൾ തന്നെയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതികളും തീരുമാനങ്ങളും എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഏറ്റവും അധികം നമുക്ക് പോസിറ്റീവായി കാണുവാൻ കഴിയുന്നത് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു പ്രണയബന്ധം കൂടിയായിട്ട് കാണപ്പെടുന്നു. ഇവിടെ ഇതുവരെയും ഈ വ്യക്തിക്ക് ലഭിക്കാത്ത പരിഗണനയും നീതിയും ന്യായവും ഈ പ്രണയബന്ധത്തിലൂടെയും നിങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നിലൂടെയും നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു അർത്ഥമാണ്, അല്ലെങ്കിൽ മറ്റൊരു സത്യങ്ങളാണ്. ഇവിടെ ഈ വ്യക്തിക്ക് ഒരിക്കലും ഓർക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള, മനസ്സിനെ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ധാരാളം സംഭവ വികാസങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ നിന്നും കരകയറാനാകാതെ പുതിയ അധ്യായത്തിൽ പോകാൻ സാധിക്കാതെ വഴിമുട്ടി നിൽക്കുന്ന, പ്രതിസന്ധിയിൽ നിൽക്കുന്ന, ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ള അപമാനത്തിന്റെയോ നഷ്ടപ്പെടലിന്റെയോ വേദനയിൽ ചൂഴ്ന്ന് താഴേക്കിറങ്ങിപ്പോയ സമയത്താണ് നിങ്ങളുടെ വരവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വരവിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചു, ഒരുപാട് തിരിച്ചറിവുകൾ ലഭിച്ചു. അതുപോലെ സത്യസന്ധമായ സ്നേഹം എന്താണ് എന്നുള്ളതിലേക്കും ഈ വ്യക്തി വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു ഖനി, അല്ലെങ്കിൽ വിലപ്പെട്ട ഒരു നിധി എന്ന് പറയുന്നത് ഈ പ്രണയബന്ധം തന്നെയാണ്. ഇതിലൂടെ ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് വേറൊരു വഴിയിലൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി പല കാര്യങ്ങളും മറന്നു കളയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറക്കുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ഈ വ്യക്തിയെ അള്ളിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവയിൽ നിന്നുമൊക്കെ പുറത്തേക്ക് എങ്ങനെയാണ് കടക്കാൻ സാധിക്കുക എന്നുള്ള ചിന്താഗതിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും, അല്ലെങ്കിൽ ആ ദിനം പ്രതിയുള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെയൊക്കെയോ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ബന്ധം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നത്. ഇത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകളും പുതിയ അധ്യായത്തിലേക്കും കൊണ്ടുപോയി എത്തിച്ചു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണെങ്കിലും അത് സാധ്യതകളുടെ മാറ്റങ്ങൾ തന്നെയാണ്. ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങളിലേക്ക് ഈ വ്യക്തിയുടെ ജീവിതം പോവുകയില്ല. നിങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളും ചിന്താഗതികളും എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഈ വ്യക്തിക്ക് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ആ ഒരു ഷാഠ്യമായിട്ടുള്ള ആഗ്രഹവും ഇഷ്ടവും മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ. ആ ഒരു സ്വപ്നത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ബലവാനും മനഃശക്തിയും ഉള്ള ഈ വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത് സത്യത്തിൽ നിങ്ങളാണ്. നിങ്ങളുടെ നിർമ്മലമായ സ്നേഹമാണ്. ഒരു സ്നേഹത്തിന് മുന്നിൽ ഒരു വ്യക്തിക്ക് ഇത്രയെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരം മാറ്റങ്ങളാണ് ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഒരുപക്ഷെ പണമോ പദവിയോ പ്രശസ്തിയോ എല്ലാം തന്നെ ഈ വ്യക്തിക്ക് കൂടെ ഒരു മുതൽക്കൂട്ടായി ഉണ്ടായിരിക്കാം. പക്ഷേ ഈ വ്യക്തി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും എന്നുള്ള പ്രക്രിയയുടെ മുന്നിൽ ഈ വ്യക്തി പലപ്പോഴും തോറ്റുപോയിരുന്നു. ഇതിനോടകം മറ്റു പല ബന്ധങ്ങളും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടാകാം. അവയെല്ലാം തന്നെ ഹൃദയത്തെ കീറിമുറിച്ച് കളയുന്ന രീതിയിലുള്ള തിരിച്ചടികളാണ് ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ പരിപൂർണമായും ഒരു പടം പൊഴിച്ചുകൊണ്ട് ദൂരേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് വരുവാനായി
അത് നല്ല രീതിയിൽ തന്നെ ആഴമേറിയ സ്നേഹത്തിലേക്ക് വന്നു ചേരുവാനായി സാധിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇതിനെല്ലാം വഴിത്തിരിവായ നിങ്ങളെയും നിങ്ങളെ കൊണ്ടുവന്ന ദൈവത്തെയും പ്രപഞ്ച ശക്തിയോടും ഈ വ്യക്തി എപ്പോഴും സന്തോഷം പ്രകടിപ്പിക്കുന്നതായും നന്ദി പറയുന്നതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വായന ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.